നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. ചരിത്ര പ്രസിദ്ധമായ പുല്ലൂണിക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിന് തുടക്കമായി. മാർച്ച് 4 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിലാണ് ഉത്സവം കൊണ്ടാടുക. ഉത്സവത്തിന്റെ അനുബന്ധ പരിപാടികൾ നടത്തേണ്ട പാടത്ത് വെള്ളം കയറിയതോടെ ഭാരവാഹികൾ ആശങ്കയിലാണ്. ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ, ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ്. തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല. തിരൂർ പുഴയിൽ നിന്ന് വേലിയേറ്റം മൂലം പുല്ലൂണിക്കാവിലെ പാടത്തേക്ക് വെള്ളം കയറിയതോടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ ആശങ്കയിലാണ് ഭാരവാഹികൾ. കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് പ്രവർത്തനരഹിതമായതും യാദൃശികമായെത്തിയ വേനൽ മഴയുമാണ് വെള്ളം കയറാൻ കാരണമായത്. വർഷങ്ങളായിട്ട് വെള്ളം കയറുന്ന ഒരു പ്രതിഭാസം ഇല്ലായിരുന്നു. അതിന് ഒന്നാമത്തെ കാരണം കൂട്ടായി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നല്ല പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് വെള്ളം കയറാതിരുന്നത്. എന്നാൽ അതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി അത് ആ ബണ്ട് റെഗുലേറ്റർ കം ബ്രിഡ്ജ് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അതിന് വേണ്ട നടപടികൾ, മുൻകരുതലുകൾ പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ മറ്റുള്ള അധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത്. 60,000 രൂപയോളം ചിലവഴിച്ച് ക്ഷേത്ര കമ്മിറ്റി തടയണ കെട്ടിയിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയിലെ വേനൽ മഴയിൽ വീണ്ടും വെള്ളം കയറി. ഇതോടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകേണ്ട പന്തൽ സ്ഥാപിക്കുന്നതിനും തടസ്സമായി. ബദൽ സംവിധാനം ആലോചിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആ ഒരു വേലിയേറ്റവും അതോടൊപ്പം വേനൽ മഴയും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇതിന് അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികരണവും ഇല്ല. കാരണം അവിടെ തടയിടല് വേണ്ടതാണ്. അത് പഞ്ചായത്തായാലും ഇനി ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും അതിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്നാണ് കമ്മിറ്റിയുടെ അടിയന്തരമായ ആവശ്യം. ഇത് കുറെ കാലമായി കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടോ അത് അധികാരികളുടെ ശ്രദ്ധ ഈ ഭാഗത്ത് പതിയുന്നില്ല. അത് അടിയന്തരമായിട്ട് അവരുടെ ശ്രദ്ധ ഈ മേഖലയിൽ പതിയണം. എങ്കിലേ ഇവിടുത്തെ ഉത്സവം ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ക്ഷേത്ര കമ്മിറ്റി പൊതുവിലെടുത്ത തീരുമാനം. വർഷങ്ങൾക്ക് മുമ്പ് പുല്ലൂണിപ്പാടത്ത് കൃഷി നടത്തുന്നതിനായി അധികൃതർ തടയണ നിർമ്മിച്ചിരുന്നു. അധികൃതർ ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വെട്ടന്യൂസ് മംഗലം.